ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാണുക. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് ഈശോയ്ക്ക് വായിക്കാൻ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടപ്പോൾ ഈശോ ആദ്യം വായിക്കുന്ന വചനങ്ങൾ ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആത്മാവിനെ എപ്പോഴും വഹിക്കുന്നവൻ കൂടെയാണ് എന്ന് വളരെ വ്യക്തം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറ സാന്നിധ്യം എല്ലാ സമയവും യേശുവിനോടും യേശുവിൻ്റെ ശുശ്രൂഷകളിലും നിറഞ്ഞു നിന്നിരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ കാണുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഭിഷേകം കർത്താവിന് കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആരാണ് ഈ ദരിദ്രര്? എന്താണ് സുവിശേഷം? എങ്ങനെയാണ് സുവിശേഷം കൊടുക്കുക? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കാണുന്നു ദരിദ്രര്. ഈശോ മലയിലെ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഈ ദരിദ്രരെ എപ്പോഴും ചങ്കിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. ദരിദ്രരോടൊരു പ്രത്യേക പരിഗണന ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയിലെ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഈശോ പറയുക, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരെ നോക്കിയിട്ടാണ് ഈശോ പറയണത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ മറ്റെല്ലാവരെയും കാൾ അനുഗ്രഹീതരാണ്. ആത്മീയ തലത്തിൽ, ഭൗതിക തലത്തിൽ, ഏത് രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഭാഗ്യമുള്ളവർ എന്ന് ഈശോ അവരെ നോക്കിയിട്ട് പറയാൻ. അവരോടൊരു പ്രത്യേക പരിഗണന ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ദരിദ്രരെ ആരാണെങ്കിലും, എങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും അവരോട് ഹൃദയത്തിലൊരു വലിയ സ്നേഹവും അവരോടൊരു പ്രത്യേക വാത്സല്യവും ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സാമ്പത്തിക മേഖലയിലുള്ള ദാരിദ്ര്യം മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ തലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കഠിനമായിട്ടുള്ള ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ വീടുകളിലില്ലേ, നമ്മുടെ ചുറ്റുപാടുമില്ലേ, നമ്മുടെ ഇടവകയിലില്ലേ? ആരോടും മിണ്ടാനില്ല, ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആരുടെയും സ്നേഹം നുകരാനും പറ്റുന്നില്ല. വെറുപ്പിൽ കഴിയുന്നവർ, വിദ്വേഷത്തിൽ കഴിയുന്നവർ, ഒരല്പം പോലും സമാധാനം ഹൃദയത്തിൽ ഇല്ലാത്തവർ, ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ പറ്റാത്തവർ, കൂട്ടിന് ആരും ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നവർ, എത്രയോ അധികം രീതികളിലാണ് ഓരോ വ്യക്തിയും തൻ്റെ മനസ്സിൽ ഈ ദാരിദ്ര്യം കൊണ്ടു നടക്കുക. സ്നേഹത്തിൻ്റെ തലത്തിലുള്ള ദാരിദ്ര്യം, സമാധാനത്തിൻ്റെ തലത്തിലുള്ള ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം, ഏത് രീതിയിലുള്ള ദാരിദ്ര്യമാണെങ്കിലും ഈശോയ്ക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, ഒരു പ്രത്യേക കരുതലുണ്ട്. അവരോട് കർത്താവ് കൂടെയുണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇടമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷം. ഈ ഒരു സുവിശേഷം പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും വലിയ കടമയുണ്ടെന്ന് ഇന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ സഹോദര സഹോദരി, നിനക്ക് കടമയുണ്ടെന്ന്, നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അത് കുറച്ച് പേർക്ക് മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഡ്യൂട്ടിയല്ല, കടമയല്ല, എല്ലാവർക്കും ഉള്ള ദൗത്യമാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക. ഈ ദൗത്യം ചെയ്യാൻ കർത്താവ് തന്നെ നമുക്ക് ബലം പകർന്നു തരികയും ചെയ്യും. ഓർക്കുന്നില്ലേ, ദരിദ്രയായ വിധവ, അവള് ദേവാലയത്തിൽ വന്നിട്ട് അവളുടെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ അവള് ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്നത് 2 ചെമ്പ് നാണയത്തുട്ടുകളാണ്. അതാണ് വലിയ കാര്യം പോലെ അവൾ നിക്ഷേപിക്കാൻ വരണത്. 2 ചെമ്പ് നാണയത്തുട്ടുകൾ അവളത് കൈകളിൽ എടുത്തു. അവൾ സ്നേഹത്തോടെ നിക്ഷേപിക്കുകയാണ്. ഇനി വേറെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഒരെണ്ണെങ്കിലും കയ്യിലിരിക്കട്ടെ, ഒരു അത്യാവശ്യം പിടിപ്പിന് ഇല്ല. അവൾ 2 ചെമ്പ് നാണയത്തുട്ടുകളും മുഴുവൻ മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കുക. ദരിദ്രയായ വിധവ, അങ്ങനെയാണ് അവളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തി തരിക. അവൾ ഇന്ന തറവാട്ടിലെ ഇന്ന വലിയ ആൾ അല്ല, അല്ലെങ്കിൽ ഇന്ന പേര്, വീട്ടുപേര്, ഇതൊന്നും പറയുന്നില്ല. ദരിദ്രയായ വിധവ, അങ്ങനെയാണ് അവളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉണ്ടായിരുന്നത് മുഴുവൻ കൊടുക്കുന്ന ആ വ്യക്തിത്വത്തെ കർത്താവ് മാനിക്കുന്നു. ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം അവളിൽ ഏറെ ഉണ്ടായിരുന്നു എങ്കിലും അവൾ ചെയ്ത ആ പ്രവൃത്തിയെ ഈശോ മാനിക്കുന്നു, അവളുടെ ആ പ്രവൃത്തിയെ അംഗീകരിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിത്വം നമ്മൾ ഓർക്കുന്നുണ്ട്, ലാസർ.
ജീവിച്ചിരുന്നപ്പോൾ ദാരിദ്ര്യം ഒരുപാട് സഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. മരണത്തിന് ശേഷം, ഈ ലോക ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം അബ്രാഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ആ ദാരിദ്ര്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാസറിന് പ്രയോജനപ്രദമായി. ലാസറിനെ സഹായിച്ചു. അബ്രാഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പാകത്തിന് ആ ദാരിദ്ര്യം സഹായിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ലാസർ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സന്തോഷവും ഒരു സുഖവും ഈ ലോകത്തിൻ്റെ സമാധാനം എന്നൊക്കെ പറയാൻ ഒന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. കാരണം സ്വന്തം എന്ന് പറയാൻ ലാസറിന് ഒന്നുമില്ലായിരുന്നു. വേറൊരാളുടെ വീടിൻ്റെ പടിക്കലൊക്കെ കിടന്നുറങ്ങിയിട്ടുള്ളത്. ഒരു വീടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലുമോ ആരുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഭൗതികമായ തലത്തിൽ നോക്കിയാൽ വലിയ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ലാസറിൻ്റേത്. പക്ഷെ ലാസർ മരിച്ചു കഴിഞ്ഞപ്പം അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറിനെ കർത്താവ് ഓർത്തിട്ടുണ്ട്. ലാസറിനെ കർത്താവ് മറന്നിട്ടില്ല. ആ ദാരിദ്ര്യം കർത്താവ് അംഗീകരിച്ചിട്ടുണ്ട്. ആ ദാരിദ്ര്യം അനുഭവിച്ച മകനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണല്ലോ അബ്രാഹത്തിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഭാഗ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ മറ്റൊരു രംഗം കൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രയായ വിധവ അവള് ന്യായാധിപൻ്റെ അടുത്ത് ചെന്നിട്ട് നീതി നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. ആരുമില്ല എന്നെ സഹായിക്കാൻ, നീ ഉള്ളൂ സഹായിക്കാൻ, നീ കൂടെ നോ പറയാൻ പാടില്ല, നീ എനിക്ക് നീതി നടത്തി തരണം, വാശി പിടിച്ച് പറയാൻ. ന്യായാധിപൻ്റെ മുൻപിൽ ഈ വിധവ പിന്നെയും 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 അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വസ്ഥത കൊടുക്കാതെ ഈ ന്യായാധിപൻ്റെ മുൻപിൽ വന്നിട്ട് ഈ വിധവയായ മകള്, ദരിദ്രയാണ് അവൾക്കൊന്നുമില്ല കൈകളിൽ, അവൾ വന്നിട്ട് ന്യായാധിപൻ്റെ മുൻപിൽ നീതി നടത്തി കിട്ടാൻ വേണ്ടി പറയാൻ. കർത്താവ് പറയുന്നു, അവൾക്ക് നീതി നടത്തിക്കൊടുക്കാൻ ഞാൻ കാലതാമസം വരുത്തില്ല, അധികം വൈകാതെ അവൾക്ക് നീതി ഞാൻ നടത്തിക്കൊടുക്കും എന്ന് ഈശോ നല്ല ഉറപ്പ് തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സമ്പന്നരാണ് എന്ന് നമ്മൾ കരുതിയാലും ചിലപ്പോഴെങ്കിലും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. സത്യമല്ലേ? പുറം ലോകത്തിനൊന്നും തിരിയത്തില്ല, പുറം ലോകത്തിനൊന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല. അവരൊക്കെ പറയും നമ്മൾ മിടുക്കരാണ്, സമ്പന്നരാണ്, നമുക്കൊന്നിനും കുറവില്ല. പക്ഷെ നമുക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുള്ള വേദനകളും വിഷമങ്ങളും കഠിനമായിട്ടുള്ള ഏകാന്തതയും തെറ്റിദ്ധാരണയും ഒറ്റപ്പെടലും സഹനത്തിൻ്റെ അനുഭവങ്ങളും, ഇതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ അനുഭവം നമുക്ക് സമ്മാനിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക പീഡ നമുക്കറിയാം. ഞാൻ ഓർക്കാണ്, കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ, ഒരു 55-60 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്നൊരു അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ വന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, മനസ്സിൽ ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട്, ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പാടെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു പാത്രത്തിൽ ഇച്ചിരി കഞ്ഞി ഇരിക്കണ കാണുകയാണ്. ഞാൻ ഓർത്തു, എന്നാണാവോ കഞ്ഞി കാണുന്നത്? അദ്ദേഹത്തിന് കഞ്ഞിയായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ ചോദിച്ചു, അപ്പച്ച ഞാൻ കാണുന്നത് ഒരു പാത്രത്തിൽ ഇച്ചിരി കഞ്ഞി ഇരിക്കണത് കാണുകയാണ്, അതെന്താണാവോ അങ്ങനെ കാണുന്നത്? ഉടനെ ഈ അപ്പച്ചൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ എൻ്റെ ഭാര്യ മരിച്ചിട്ട് അധികമായില്ല, ഒരു 5-6 മാസം അത്രേ ആയിട്ടുള്ളൂ, ഒരു മോനെ എനിക്കുള്ളൂ. പക്ഷെ അവൻ അല്പം പോലും കുടുംബത്തോട് ഒരു സഹകരണവും ഇല്ലാത്ത പോലെ ഇഷ്ടമുള്ള സമയത്ത് കയറി വരും, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങിപ്പോവും, ഒരു വാക്കും മിണ്ടുകയില്ല, എന്ത് ചോദിച്ചാലും മറുപടി പറയത്തില്ല, അവന് തോന്നുന്ന വിധത്തിലാണ്. രാത്രി എപ്പോഴാണ് വീട്ടിലേക്ക് കയറി വരണേന്ന് ഒരു അറിവുമില്ല സിസ്റ്ററെ. ഞാൻ മടുത്തു അവനെ കൊണ്ട്, എൻ്റെ ഭാര്യ പോയി, ഇനി എനിക്ക് ആരുമില്ല, എൻ്റെ മനസ്സിൽ വലിയ സങ്കടമുണ്ട്, കുറേ അങ്ങ് കരഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞില്ലേ കഞ്ഞി കാണുന്നു, എന്തേ കഞ്ഞിയുടെ കാര്യം എന്നറിയാവോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മകൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു തരാറില്ല, പക്ഷെ അവനും കൂടെ ഭക്ഷണം വേണമല്ലോ, അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് അരി കഴുകി ഇച്ചിരി അടുപ്പത്ത് വെക്കും. അങ്ങനെ ആ ചോറ് വേകുമ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ ഊറ്റിക്കളയല, ആ ചോറ് അങ്ങനെ തന്നെ ആ കഞ്ഞിയായിട്ട് തന്നെ അടുപ്പയിൽ ഞാൻ കാത്തു സൂക്ഷിക്കും. അല്പം എടുത്തിട്ട് രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിക്കാറില്ല. വൈകിട്ട് സന്ധ്യയാകുന്നതിന് മുൻപ് ബാക്കിയുള്ള കഞ്ഞി ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കും. മകൻ വല്ലപ്പോഴും വരും, അവന് വേണമെങ്കിൽ കഴിച്ചോട്ടെ, അല്ലെങ്കിൽ കഴിക്കാറില്ല പലപ്പോഴും. സിസ്റ്ററെ, ഈ കഞ്ഞിയാണ് എന്നും എൻ്റെ വീട്ടിലുള്ളത്, കഞ്ഞിയാണ് ഞാൻ കഴിക്കാറുള്ളത്, വേറെ ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല, കപ്പയോ അല്ലെങ്കിൽ ചപ്പാത്തി അതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല, പക്ഷെ അറിയാവുന്ന ഈ കഞ്ഞി അതാണ് ഞാൻ കഴിക്കാറ്. ഇത്രയും പറഞ്ഞിട്ട് ഈ സഹോദരൻ എന്നോടൊരു ചോദ്യം, അപ്പോൾ ഈശോ ഈ കഞ്ഞി കുടിക്കണത് കാണുന്നുണ്ടല്ലേ? എൻ്റെ ഈശോ ഞാൻ ഈ കഞ്ഞി കഴിക്കണത് കാണുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അപ്പച്ച അത് മാത്രമല്ല ബാക്കിയെല്ലാം അറിയുന്നുണ്ട്, മനസ്സിൻ്റെ സങ്കടവും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് കരയണതും
എനിക്ക് കൂട്ടിന് തന്ന ആൾ എന്നെ ഇട്ടിട്ട് പോയെന്ന് പറയണതും, ഞാൻ ജീവിതത്തിൽ എന്നും സങ്കടങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നതൊക്കെ ഈശോ അറിയുന്നുണ്ട്. ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പച്ചനൊരിക്കലും ഒറ്റയ്ക്കല്ല, ഈശോ ഉണ്ട് കൂട്ടത്തിൽ, ഈശോ ഉണ്ട് വീട്ടിൽ, ഈശോ ഉണ്ട് അരികിൽ. അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. ആ വിശ്വാസത്തെ ഒന്നുകൂടെ ജ്വലിപ്പിക്കുക. കുറേ അധികം സമയം നിശബ്ദനായിട്ടിരുന്നു. കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പച്ചനെ പറഞ്ഞു വിടുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു ബലം തോന്നുന്നുണ്ട്. കാരണം ഈശോ അറിയുന്നുണ്ടല്ലോ. എത്രയോ മണിക്കൂറുകൾ ഒറ്റയ്ക്ക് വീട്ടിൽ ആരും സംസാരിക്കാനില്ലാതെയൊക്കെ ഇരുന്നപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്നും മിണ്ടാൻ കൊതി തോന്നിയിട്ട് ആരുടെയെങ്കിലൊക്കെ ഒരു വരവും പ്രതീക്ഷിച്ചിരുന്ന മണിക്കൂറുകളുണ്ടായിരുന്നു ജീവിതത്തിൽ. ഈ ദിവസങ്ങളിലൊക്കെ, ഈ ആഴ്ചകളിലൊക്കെ ആരും വരാനില്ലായിരുന്നു സിസ്റ്ററെ. പക്ഷേ ഈശോ ഉണ്ടല്ലോ, എനിക്കത് മതി, ഇനി എൻ്റെ മനസ്സ് തളരില്ല, ഇനി എൻ്റെ മനസ്സ് പതറില്ല, ഇനി എൻ്റെ മനസ്സ് തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയത് ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജന്മമെടുത്തത് ദാരിദ്ര്യം അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ്. ദരിദ്രരെ മനസ്സിലാക്കുന്ന ഈശോ ദാരിദ്ര്യം ജീവിതത്തിൽ സ്വന്തമാക്കുകയായിരുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നിട്ട് ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈ ദാരിദ്ര്യം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഈശോ. അതുകൊണ്ട് തന്നെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഉപാധിയായിട്ട് മാറ്റാൻ ഈ ദാരിദ്ര്യം ഒരു കാരണമായി തീരുകയാണ്. ഈശോ ഏറ്റവും വലിയ ദരിദ്രനായിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഏത് ദാരിദ്ര്യമാണെങ്കിലും സഹോദര, നീ ദരിദ്രനാണ് എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ നിന്റെ കൂട്ടത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, നിന്റെ കൂട്ടത്തിൽ കർത്താവിൻ്റെ കൃപയുണ്ട്, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ആത്മാവ് നിന്നിലുണ്ട് എന്ന സത്യം നീ മറന്നു കളഞ്ഞേക്കല്ല ഒരിക്കലും. ഇങ്ങനെയുള്ള ദരിദ്രര് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരെ സുവിശേഷം അറിയിക്കാൻ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരിടമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കടമയുണ്ട്. നമുക്ക് കടന്നു ചെല്ലണം. ഇങ്ങനെയുള്ള സഹോദരങ്ങളെ കണ്ടുപിടിച്ച് അവരുടെ മനസ്സുകൾക്ക് ബലം പകർന്നു കൊടുക്കാൻ വലിയൊരു വിളി നമുക്കുണ്ടെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഉണ്ടായിരുന്ന സകലരെയും മാനസാന്തരത്തിലേക്ക് നയിച്ച ഉരുക്ക് മിഷണറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. കുഞ്ഞുനാളിൽ 14 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്കോട്ട്ലൻഡിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ പാട്രിക് എന്ന് പറയുന്ന സഹോദരനെ അയർലൻഡിലുള്ളവർ തട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അടിമയായിട്ട് അവർ വിറ്റു. ആട് മേയ്ക്കുന്ന പണിയായിരുന്നു, ജോലിയായിരുന്നു കൊടുത്തത്. ഭക്ഷണം ഒന്നും തന്നെയില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല, ധരിക്കാൻ വസ്ത്രമില്ല. ഒരുപാട് സഹിച്ചു ഈ പാട്രിക് എന്ന് പറയുന്ന ബാലൻ. ആ കൊച്ചു പ്രായത്തിൽ ഒരുപാട് സഹിച്ചു. കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ എല്ലാ ദാരിദ്ര്യവും, എല്ലാ വേദനയും, എല്ലാ സഹനവും അതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു കാരണമായിട്ട് മാറി. പ്രാർത്ഥിക്കാൻ ഒരു കാരണമായിട്ട് മാറ്റുകയാണ്. എത്രത്തോളം സഹിക്കേണ്ടി വരുന്നു അത്രയും അങ്ങ് ഈ വിശുദ്ധൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. വേറെ എന്തേലും വിഷമമുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ പാട്രിക്കിന് വിഷയമല്ല. അത് ചിന്തിക്കാനുള്ള ഒരു ചിന്തയുടെ ഒരു ഭാഗം പോലും മനസ്സിലില്ല. പക്ഷേ പാട്രിക്ക് പ്രാർത്ഥനയിൽ അങ്ങ് ശക്തി പ്രാപിച്ചു. ആത്മാവിൽ വലിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരികയാണ്. ആര് അടുത്തേക്ക് വന്നാലും അവരെ കൂടെ ഉണർത്താൻ, അവരെ കൂടെ കത്തി ജ്വലിപ്പിക്കാൻ പാകത്തിന് വലിയൊരു തീയുള്ള മനുഷ്യനായിട്ട് ഈ പാട്രിക്ക് മാറുകയാണ്. ഭക്ഷണം, ഉറക്കം, വിശ്രമം ഇതൊന്നും പാട്രിക്കിൻ്റെ ലൈഫിൽ ഇല്ലാതെയായി. അങ്ങനെ ഒരു കാര്യം ഭക്ഷണം കഴിക്കാൻ ഇല്ല, ഒട്ടുമേ ഇല്ല. വിശ്രമം അല്പം പോലും ഇല്ല. രാത്രിയൊക്കെ എന്നും പകല് പോലെ തന്നെയാണ്. മുഴുവൻ സമയവും പ്രാർത്ഥിക്കാൻ, മുഴുവൻ സമയവും. ഉറക്കമെന്ന് പറയുന്ന സംഭവമേ ഇല്ല പാട്രിക്കിൻ്റെ ലൈഫിൽ. പക്ഷേ പാട്രിക്ക് ആത്മാവിൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനം ഹൃദയത്തിൽ ഒരുപാട് സ്വന്തമാക്കിയ വ്യക്തിത്വമായിരുന്നു നമ്മുടെ പാട്രിക്ക്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാവോ? ഈ പാട്രിക്ക് വളർന്നു കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പം സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചു വരികയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. സ്വന്തം നാട്ടിലെത്തിയപ്പോഴോ അയർലൻഡിലുള്ളവർ അവർ കട്ടുകൊണ്ട് പോയതാണല്ലോ, അവരടിമയായിട്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചിരുന്നതാണല്ലോ. അവർക്ക് തോന്നി ഈ പാട്രിക്കിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അവരൊന്നടങ്കം വന്നു പാട്രിക്കിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോവാണ്.
തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പം ഇത് ദൈവത്തിൻ്റെ പ്ലാൻ തന്നെയാണ് എന്ന് മനസ്സിലാവുകയാണ്. പാട്രിക്ക് അവിടെ ചെല്ലുന്നു, ദൈവവിളി സ്വീകരിക്കുന്നു, വൈദികനാകുന്നു, പിന്നീട് മെത്രാനായിട്ട് അഭിഷേക്തനാകുന്നു. പിന്നീട് അങ്ങോട്ട് വലിയൊരു വാശി പോലെ സുവിശേഷ പ്രഘോഷണം ഏറ്റെടുക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ പ്രഘോഷിക്കാൻ, കർത്താവിൻ്റെ സന്ദേശം പങ്കുവെച്ചു കൊടുക്കാൻ, കർത്താവിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ തീക്ഷ്ണതയുള്ള ഒരു ജീവിതമായിട്ട് തൻ്റെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു 20-30 വർഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തിയ, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വന്തമാക്കി മാറ്റിയ ഒരു ഉരുക്ക് മിഷണറി ആയിരുന്നു വിശുദ്ധ പാട്രിക്. ഒരു 20-30 കൊല്ലങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പേരെയാ സഹായിച്ചെന്നറിയാവോ? കൃപകളുടെ നിറവിനാൽ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ. പാട്രിക്കിൻ്റെ അടുത്ത് ആര് വന്നാലും വന്ന പോലെ അവർ തിരിച്ചു പോകുകയല്ല. എന്തെങ്കിലും ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ടാവും, ഏതെങ്കിലും രീതിയിൽ അവരൊരു അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടാവും. പാട്രിക്ക് ദൈവത്തിൻ്റെ കൈകളിലെ ശക്തമായ ഒരു ഉപകരണമായിട്ട് അങ്ങ് മാറുകയാണ്. ഈ അഭിവന്ദ്യനായ മെത്രാൻ ബിഷപ്പ് വലിയ ശക്തിയോടെ ശുശ്രൂഷ മണ്ഡലത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. 39 പേരെയാണ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. 39 മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് കൃത്യമായിട്ട് രേഖകൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എത്രയോ അത്ഭുതങ്ങൾ, എത്ര രീതികളിൽ. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പീഡനങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഒരിക്കൽ ഒരു ഗോത്രത്തലവൻ, ഡിച്ചു എന്ന പേരുള്ള ഒരു ഗോത്രത്തലവൻ ഈ ബിഷപ്പിനെ, പാട്രിക് എന്ന പേരുള്ള ബിഷപ്പിനെ വധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വന്നിട്ട് ഇദ്ദേഹം കൈ ഓങ്ങിയിട്ട് വധിക്കാൻ ആയുധം എടുത്തിട്ട് ഒരുങ്ങുകയാണ്. പെട്ടെന്ന് ഉയർത്തിപ്പിടിച്ച കൈ താത്താൻ പറ്റാണ്ടായി. അല്പം പോലും കൈ അനക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും കൈ അനക്കാൻ പറ്റുന്നില്ല. വേദനിച്ചു പോയി. അയ്യോ, ഇനി എന്നാ ചെയ്യും? അങ്ങനെ അങ്കലാപ്പായി, പ്രശ്നമായി. ഒടുവിൽ ഈ ഗോത്രത്തലവന് മനസ്സിലായി, ഇത് മാനസാന്തരപ്പെടാതെ ശരിയാകത്തില്ല. ഇത് ചെറിയ കാര്യമല്ല, ഇത് സാധാരണക്കാരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയല്ല. ഇദ്ദേഹം ദൈവത്തിൻ്റെ സ്വന്തം ആള്, അഭിഷേകമുള്ളവൻ. ഈ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെടാൻ തയ്യാറായി. മാനസാന്തരപ്പെട്ടു. ഇതാ കൈ നേരെയായി. ഇതുപോലെ എത്രയോ അത്ഭുതങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ദരിദ്രര്, സുവിശേഷം എന്താണെന്ന് അറിയത്തില്ലാത്തവർ, ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർ, അവരുടെയൊക്കെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതുപോലെയുള്ള വിശുദ്ധരൊക്കെ നമ്മളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്, നമുക്ക് വലിയ സന്ദേശം തരികയാണ്. അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തുവിനെ കൊടുത്തുവോ ഇതേ തീക്ഷ്ണതയിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരിടമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ആ സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കാൻ സഹോദരി നിനക്ക് വലിയ കടമയുണ്ട് എന്ന് ക്രിസ്തു ഇന്ന് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സഹനങ്ങൾ അതൊരിക്കലും, മുറിവുകൾ അതൊരിക്കലും നിനക്കൊരു ബാധ്യതയല്ല. അത് നിനക്ക് തളർന്നു പോകാനുള്ളൊരു വേദിയല്ല. അത് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് ഈ സഹനങ്ങളാണ് നിന്നെ അഭിഷേകത്തിലേക്ക് കൂടുതൽ നയിക്കുക. ഈ മുറിവുകളാണ് നിന്നെ കൂടുതൽ ശക്തിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ ഇങ്ങനെ പറയുന്നുണ്ട്, മുറിവുകൾ, സഹനങ്ങൾ നമുക്ക് അസഹനീയമായിട്ട് തോന്നുന്നതിൻ്റെ കാരണം ഈ മുറിവുകളുടെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്തിനാ സഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സഹനം വളരെ ഭാരമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. സഹനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരയണതിൻ്റെ കാരണം അതിൻ്റെ മൂല്യം, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ വീണ്ടും പറഞ്ഞു വെച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് സഹിക്കണം മനുഷ്യര് തങ്ങളുടെ സഹനമൊക്കെ നിരർത്ഥകമാക്കുന്നതിൻ്റെ കാരണം അത് അർത്ഥമില്ലാതെ സഹിച്ചിട്ടാണ്. അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടോ, സഹനങ്ങളുണ്ടോ, ഞെരുക്കങ്ങളുണ്ടോ? ഉറപ്പ് ഇത് നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം, ഇത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രരായ സഹോദരങ്ങൾക്ക് അഭിഷേകം പകർന്നു കൊടുക്കാൻ, അവരെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ, അവരെ കൃപയുടെ നിറവിലേക്ക് ഉയർത്താൻ ഈ അഭിഷേകം നമുക്ക് ആവശ്യം. അതുകൊണ്ട് വേദനകളുടെ നടുവിലും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് ഉത്സാഹമുള്ളവരായിട്ട് മാറണം. ഏത് രീതിയിലും അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ദരിദ്രരെ എന്നും ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ക്രിസ്തു നമുക്ക് നമ്മുടെ മുൻപിൽ ശക്തിയായി നിലകൊള്ളുന്നു, കൃപയായി നിലകൊള്ളുന്നു. ഒരു കാരണവശാലും മുടങ്ങാതെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ നമുക്ക് ഇറങ്ങിത്തിരിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ ഒരു കാര്യമൊന്ന് ഈശോയോട് ചോദിക്കണം, ഒരു കാര്യത്തിന് ഒരു തീരുമാനം കിട്ടണം, ഒരു ആലോചന, കർത്താവിൻ്റെ ഹിതം ഒന്നറിയണം. എന്താണ് കാര്യം? ഉടനെ പറഞ്ഞു,
എൻ്റെ ഭാര്യയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വിശ്രമ ജീവിതമാണ്. കുറേ അധികം സമയമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ആരോഗ്യമുണ്ട്. അത്യാവശ്യം സാമ്പത്തിക നിലവാരമൊക്കെ ഉണ്ട്. എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ചെന്നിട്ട് അല്പസമയമൊക്കെ അവരുടെ കൂടെ ഇരിക്കാനും അവരോട് സന്തോഷം പങ്കുവെക്കാൻ, അവരോട് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ, അവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു പ്രേരണ. അങ്ങനെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ക്രിസ്തുവിനെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമാണോ? എതിർപ്പുകൾ ഉണ്ടാകുമോ? പ്രശ്നങ്ങൾ വരുമോ? എൻ്റെ മനസ്സിൽ ആകുലതകളുണ്ട്. ഈ സഹോദരൻ തുറന്നു പറയാൻ ഞാൻ പറഞ്ഞു, സഹോദര, ഇത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ കാര്യം വെറുതെ വീട്ടിലിരിക്കാതെ, നമുക്ക് കിട്ടിയിട്ടുള്ള കൃപകളുമായി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇറങ്ങണം. നമ്മൾ ഭവനങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, പറ്റുന്നിടത്തേക്കെല്ലാം ചെന്നിട്ട് ഈശോയെ എങ്ങനെയൊക്കെ പങ്കുവെച്ചു കൊടുക്കാവോ അത് മുഴുവൻ കൊടുക്കാനുള്ളൊരു ദൗത്യം നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഈശോയുടെ ആലോചന ചോദിച്ചു. ഈശോ യെസ് പറഞ്ഞു, മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു ഈ സഹോദരങ്ങൾ വളരെ ശക്തമായി ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഒരു ദിവസം പോലും അവരവരുടേത് എന്ന് പറഞ്ഞിരിക്കാറില്ല. ഒരു ദിവസം പോലും അവരെ പിന്മാറിപ്പോയിട്ടില്ല. എതിർപ്പുകളൊക്കെ ഉണ്ട്, തടസ്സങ്ങളൊക്കെ ഉണ്ട്, വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സഹോദരങ്ങൾ ഇന്നും ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുകയാണ്. ഇതുപോലെ എത്രയോ സഹോദരങ്ങൾ, ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളാൻ സ്വന്തം ആരോഗ്യം, സ്വന്തം സമയം, സുഖസൗകര്യങ്ങൾ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. ജീവിതം മുഴുവൻ ക്രിസ്തുവിനായിട്ട് കൊടുത്താൽ, ജീവിതം മുഴുവനും ക്രിസ്തുവിനായിട്ട് പങ്കുവെക്കാൻ നീ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലാഭം എന്താണ്, അതിൻ്റെ നേട്ടം എന്താണ്, നിനക്ക് അത് ചിന്തിക്കാൻ പോലും പിന്നെ പറ്റത്തില്ല. അതിലേക്ക് ആയിരിക്കില്ല നിൻ്റെ ചിന്ത. നീ ഒറ്റ ലക്ഷ്യം മുന്നിൽ കാണും, ആത്മാക്കളെ നേടാൻ, യേശുവിനായി, യേശുവിൻ്റെ സന്ദേശം ലോകം മുഴുവൻ പങ്കുവെച്ചു കൊടുക്കാൻ. വിശുദ്ധ ആത്മാക്കളൊക്കെ അങ്ങനെയായിരുന്നു. വിശുദ്ധ പാട്രിക് അയർലൻഡ് എന്ന രാജ്യത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തിയെങ്കിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 700 ദേവാലയങ്ങളാണ് ആ രാജ്യത്ത് നിർമ്മിക്കാൻ സാധിച്ചത്. 350ഓളം മെത്രാന്മാരെ അഭിഷിക്തരാക്കി. തന്നെയല്ല 7000ഓളം വൈദികർ ഐറിഷ് സഭയ്ക്ക് ഈ വിശുദ്ധ പാട്രിക് സമ്മാനിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചുറ്റുപാടും വേദനിക്കുന്ന, അല്ലെങ്കിൽ ഒരല്പം പോലും സമാധാനമില്ലാതെ മരിച്ചാൽ മതി, എങ്ങനെ ജീവിക്കുക, എങ്ങനെ ഈ വീട്ടിൽ കഴിയുക, എങ്ങനെ ഈ ജോലി തുടർന്നുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ, വീട്ടിൽ അടങ്ങിക്കൂടി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയല്ല, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഇങ്ങനെയുള്ള ആ ചെറിയ ചട്ടക്കൂടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് സുവിശേഷം പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ വലിയ സാധ്യതകൾ, വലിയ അവസരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വേണ്ടി ഒരുക്കിത്തരും. ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി തുറന്നിട്ട് തരും. വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്, എല്ലാ സാഹചര്യങ്ങളും തുറന്നു കിടക്കുകയാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ വലത് കൈ പിടിച്ച് മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും, സഹായിക്കും. പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കാനല്ല, പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ സുവിശേഷം പങ്കുവെക്കാൻ, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഒരു വലിയ അഭിഷേകം കർത്താവ് ഇന്ന് നമുക്ക് തരികയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക്, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, വീടുകളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനാണെങ്കിൽ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും സുവിശേഷം പങ്കുവെക്കാൻ, ആത്മാവിൻ്റെ സ്വരത്തോട് ചേർന്ന് ആ സ്വരം ശ്രവിച്ച് അതിനനുസരിച്ച് സുവിശേഷം പങ്കുവെക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആ ഒരു വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇടവരാതെ, ജീവിതത്തിൽ എത്ര ദിവസങ്ങൾ ദാനമായിട്ട് കിട്ടുന്നുവോ, സമ്മാനങ്ങളായിട്ട് കിട്ടുന്നുവോ, അത്രയും ദിവസങ്ങൾ, അത്രയും മണിക്കൂറുകൾ, അത്രയും നാളുകൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ, സുവിശേഷം പങ്കുവെച്ച് സുവിശേഷമായി മാറിക്കൊണ്ട് അനേകരുടെ കൈകളിൽ സുവിശേഷം എത്തിക്കുന്ന ഒരു ഉപകരണമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ മനസ്സിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ യുക്തിയിൽ, എൻ്റെ ഓർമ്മകളിൽ, എൻ്റെ ജീവിതം മുഴുവനിൽ അങ്ങ് നിറഞ്ഞു നിൽക്കണേ. പുതിയ ചിന്തകളും പുതിയ തീരുമാനങ്ങളും പുതിയ ആലോചനകളുമായി എന്നെ നയിക്കണേ പരിശുദ്ധാത്മാവേ. സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാൻ, സുവിശേഷമായി മാറുവാൻ, എൻ്റെ ജീവിതത്തെ കണ്ട് അനേകർക്ക് മറ്റൊരു സുവിശേഷം എന്ന് പറയുവാൻ തക്കവിധം എന്നെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപകൾ സമൃദ്ധിയിൽ തന്ന് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.